ഹലോ നമസ്കാരം. നമ്മളുടെ CSABൻ്റെ ചോയ്സ് ഫില്ലിംഗ് നാളെ തൊട്ട് തുടങ്ങുന്നുണ്ട്. അതായത് 30 ജൂലൈ 2025 തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ CSAB ചോയ്സ് ഫില്ലിംഗ് ഷീറ്റ് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, നല്ല പെർഫെക്റ്റ് ഷീറ്റ്, ചോയ്സ് ഫില്ലിംഗ് ഷീറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, പെർഫെക്റ്റ് ചോയ്സസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, അതും ഒരു പൈസ പോലും കൊടുക്കാതെ എങ്ങനെ ചെയ്യാം. നമ്മളുടെ ഇപ്പോൾ നോക്കുമ്പോൾ കുറേ ആൾക്കാർ ഇത്ര പൈസ കൊടുത്ത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ നമ്മൾ ഒരു പൈസ പോലും സ്പെൻഡ് ചെയ്യാതെ ഒരു പെർഫെക്റ്റ് ഷീറ്റ് നമുക്ക് എങ്ങനെ കിട്ടുമെന്ന്, എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ ഈ വീഡിയോയുടെ മെയിൻ ഒബ്ജക്റ്റീവ്. ഇതിൽ നമ്മൾ ഒരു അസംഷൻ എന്താ ചെയ്തിട്ടുള്ള പറഞ്ഞാൽ, നമ്മൾ കേരളത്തിൽ നിന്ന് ഉള്ള ഒരു കാൻഡിഡേറ്റാണ്. അതുകൊണ്ട് NIT കാലിക്കറ്റ് വന്ന് ഹോം സ്റ്റേറ്റ് കോട്ടാണ്. പിന്നെ ഇനിയൊരു കാര്യം വന്നിട്ട്, ഈ ഔട്ടർ പെരിഫറൽ NITs ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യണില്ല. ഈ ഇതിൽ ഇനിയൊരു ഇത് നമ്മൾ അസ്യൂം ചെയ്യണത്, കാൻഡിഡേറ്റിന് 6th റൗണ്ടിൽ ഏതോ NITയോ IIIT അലക്കേറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ കാണിക്കാൻ പോണത് NITയും IIIT ലിസ്റ്റ് മാത്രമാണ്. പക്ഷേ നിങ്ങൾക്ക് GFTIയും ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ പറയുന്ന മെത്തേഡിൽ. ഓക്കെ, നമുക്കിപ്പോൾ വന്നിട്ട് മെത്തേഡിലേക്ക് പോവാം. ഫസ്റ്റ് എന്താ ചെയ്യേണ്ട പറഞ്ഞാൽ, നിങ്ങൾ വന്ന് ജോസ 6th റൗണ്ട് ലിസ്റ്റ് എടുക്കണം. ഇവിടെ ഓപ്പണിംഗ് റാങ്ക് ക്ലോസിംഗ് റാങ്ക് josa.nic.in ORCR ഓപ്പണിംഗ് റാങ്ക് ക്ലോസിംഗ് റാങ്ക് ലിസ്റ്റിൽ പോയിട്ട് എന്താ ചെയ്യുക പറഞ്ഞാൽ, റൗണ്ട് നമ്പർ 6 നോക്കുക. റൗണ്ട് നമ്പർ 6ലേക്ക് പോയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പ് NIT എടുക്കുക. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പ് NIT എടുക്കുക. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് നെയിം ഓൾ കൊടുക്കുക, അക്കാഡമിക് പ്രോഗ്രാം ഓൾ കൊടുക്കുക, സി ടൈപ്പ് വന്നിട്ട് ഓപ്പൺ കൊടുക്കുക. നിങ്ങൾ വേറെ കാറ്റഗറിയിൽ ആണെങ്കിൽ പോലും നിങ്ങൾ ഓപ്പൺ കൊടുക്കുന്നതാണ് ഇതിൽ നല്ലത്. കാരണം ഈ ഓപ്പൺ കാറ്റഗറിയിൽ എങ്ങനെയാണ് ഈ ചോയ്സ് വരുന്നതെന്ന് ഒന്ന് നമുക്ക് നോക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇത് കുറേ വർഷമായിട്ട് ഈ കൗൺസിലിംഗ് നടക്കുന്നതാണ്. അപ്പോൾ ഈ ഫീഡ്ബാക്ക് മെക്കാനിസം കൊണ്ട് ഈ കറക്റ്റ് ഈ ഓപ്പൺ കാറ്റഗറിയിൽ കറക്റ്റായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഈ NIT ഈ ബ്രാഞ്ച് ആണ് ഹയർ പ്രിഫറൻസ്, കുറേ ആൾക്കാർ ഇതാണ് പ്രിഫർ ചെയ്യണത് എന്ന്. അപ്പോൾ നമ്മൾ ഓപ്പൺ കാറ്റഗറി ഇവിടെ വെക്കുന്നത് നല്ലത്. പക്ഷേ നിങ്ങൾക്ക് എനിക്ക് എൻ്റെ കാറ്റഗറി തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. പക്ഷേ ഞാൻ ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടെംപ്ലേറ്റ് നിങ്ങൾ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അത് ഓപ്പൺ കാറ്റഗറിയിൽ വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അത് കേരളത്തിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇത് ചെയ്തിട്ട് ഈ ലിസ്റ്റിന് ഫുൾ എടുക്കുക, സബ്മിറ്റ് കൊടുത്താൽ ഇപ്പോൾ നമുക്ക് ഈ ലിസ്റ്റൊക്കെ വരും കംപ്ലീറ്റ്ലി. ഈ കംപ്ലീറ്റ് ലിസ്റ്റിനെ നമ്മളൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഒരു ഷീറ്റിൽ ഈ ഫുള്ള് എടുത്ത് കോപ്പി ചെയ്തിട്ട് ഇവിടെ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഈ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. ഈ ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇതിൽ 2 കോളം കൂടിയും, കോളം H കോളം Iയും കുറച്ച് ആഡ് ചെയ്യാം. കോളം Hൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പ് എന്നിടുക, കോളം Iയിൽ വന്നിട്ട് ചോയ്സ് നമ്പർ എന്നിടുക. ഓക്കെ, ഇങ്ങനെ ഫിൽ ചെയ്തിട്ട് നെക്സ്റ്റ് ഇത് NITയുടെ ലിസ്റ്റൊക്കെ കിട്ടും. NIT ലിസ്റ്റ് കിട്ടിയ ശേഷം അതിൽ പ്രത്യേകിച്ച് എന്താ നോക്കേണ്ട പറഞ്ഞാൽ, നിങ്ങൾ NIT കാലിക്കറ്റിൻ്റെ ഹോം സ്റ്റേറ്റ് മാത്രം, കോട്ട NIT കാലിക്കറ്റ് ഹോം സ്റ്റേറ്റ് മാത്രം സെലക്ട് ചെയ്ത് അത് മാത്രം എടുക്കുക. ഔട്ട്സൈഡ് OS ഫോർ NIT കാലിക്കറ്റ് വന്നിട്ട് അത് ഡിലീറ്റ് ചെയ്യുക. അതേമാതിരി വേറെ എല്ലാ NITസിനെയും HS വന്ന് ഡിലീറ്റ് ചെയ്യുക. ഇത് നിങ്ങൾ ചെയ്യണം. അതുമാതിരി ജെൻഡറിലും നിങ്ങൾ വന്നിട്ട് ഫീമെയിൽ അത് വന്ന് റിമൂവ് ചെയ്താൽ നല്ലത്. അത് നിങ്ങളുടെ ഡിപ്പെൻഡിങ് ഓൺ, ഇതൊന്ന് ന്യൂട്രലിനാണ് ഞാൻ കാണിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് എങ്ങനെ ഫീമെയിൽ ആണെങ്കിൽ അതേമാതിരി നിങ്ങൾ സെലക്ട് ചെയ്യണം. പക്ഷേ നിങ്ങൾക്ക് ഇതൊരു ബേസ് ടെംപ്ലേറ്റ് ഉണ്ട്, ഇതൊന്നും നിങ്ങൾക്ക് എടുത്തിട്ട് പോകാം, ഇവിടെ നിന്നും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ അത് നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ചിലപ്പോൾ നിങ്ങൾക്ക് GFTI ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ ലിസ്റ്റിലില്ല. പക്ഷേ മാക്സിമം ആൾക്കാർക്ക് ഈ ലിസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഹെൽപ്പ് ആവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ സ്പെസിഫിക്കലി കേരള കുട്ടികൾക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഇപ്പോൾ NIT കാലിക്കറ്റ് മാത്രം NIT ഹോം എന്നിടുക. ഇങ്ങനെ NIT കാലിക്കറ്റ് മാത്രം NIT ഹോം എന്നിടുക, ഇങ്ങനെ ഇതിൽ. ഓക്കെ, സോ ഇങ്ങനെ ലിസ്റ്റ് ആയ ശേഷം നമുക്കറിയാമല്ലോ ഇത് വന്നിട്ട് എങ്ങനെ പറഞ്ഞാൽ, ഇവിടെ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാം. ആക്ച്വലി കാലിക്കറ്റ് എന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കാലിക്കറ്റ് വരും. അപ്പോൾ സെലക്ടോ ഡീസെലക്ടോ ചെയ്യാം. അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ വൺസ് വന്ന് ഈ ലിസ്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം പറഞ്ഞാൽ, ഇവിടെ പോയി ക്ലോസിംഗ് റാങ്കിൽ വന്നിട്ട് സോർട്ട് A to Z ചെയ്യാം. അപ്പോൾ നമുക്ക് വന്ന് എങ്ങനെ കിട്ടും, ആൾക്കാർ പ്രിഫർ ചെയ്ത ഓർഡർ എന്താണെന്നുള്ള കാര്യം മനസ്സിലാവും. ഓക്കെ, ആൾക്കാർ പ്രിഫർ ചെയ്ത ഇതിൽ നമുക്ക് ഇത് ഓർഡർ വന്നിട്ട് സോർട്ട് ഔട്ട് ആവും. പിന്നെ ഈ ചോയ്സ് നമ്പർ കൊടുക്കുക, 1 2 3 എക്സെട്ര കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇവിടെ പറയുന്ന എക്സാമ്പിളിൽ എൻ്റെ ഈ പർട്ടിക്കുലർ കാൻഡിഡേറ്റിന് വന്നിട്ട്
സിക്സ്ത് റൗണ്ട് കൗൺസിലിങ്ങിൻ്റെ എൻഡിൽ ഇവിടെ സിക്സ്ത് റൗണ്ട് കൗൺസിലിംഗ് എൻഡിൽ ആന്ധ്രാപ്രദേശിൽ NIT ആന്ധ്രാപ്രദേശിൽ ബയോടെക്നോളജി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ഡോണ്ട് സെലക്ട്, ഇതൊന്നും സെലക്ട് ചെയ്യാൻ പാടില്ല. ഇതിൻ്റെ താഴെ ഉള്ളത് ഇത് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇതെന്തായാലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ അവർ അലവും ചെയ്യില്ല. പക്ഷേ ഇതിൻ്റെ താഴെ ഉള്ള ഒരു ബ്രാഞ്ച് സെലക്ട് ചെയ്യരുത്. ഐഡിയലി നിങ്ങൾക്ക് സ്പെസിഫിക് റീസൺ ഉണ്ടെങ്കിൽ മാത്രം സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ സെലക്ട് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് എവിടെ നിന്ന് നോക്കൂ, ഏത് NITയിലാണ് കിട്ടിയെന്ന് നോക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് വന്നിട്ട് IIIT ധാർവാഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ ഇതിൻ്റെ താഴെ ഉള്ളത് ഒന്നും സെലക്ട് ചെയ്യരുത്. മാക്സിമം അത് അവോയ്ഡ് ചെയ്യാം. ഇതിൻ്റെ മുകളിലുള്ളത് മാത്രം സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ മുകളിലുള്ളത് ഇനി ഈ റോ ലിസ്റ്റ് വെച്ചിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങൾക്കായ ചില വിഷസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് വന്നിട്ട് ഈ പർട്ടിക്കുലർ സ്റ്റേറ്റ് NIT എനിക്ക് പോകണ്ട, ബീഹാർ ഇങ്ങനെ പോകണ്ട, അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ സ്റ്റേറ്റ് പോകണ്ട പറഞ്ഞാൽ അതൊക്കെ നിങ്ങൾ ഇതിന്ന് റിമൂവ് ചെയ്യണം. പക്ഷേ ഇത് റിമൂവ് ചെയ്യുമ്പോൾ കെയർഫുൾ ആയിരിക്കണം. ഓർഡർ വന്ന് അധികം തെറ്റരുത്. ഓർഡർ അധികം ഷഫിൾ ചെയ്ത് ഓർഡർ ഷഫിൾ ചെയ്യുകയാണെങ്കിൽ നല്ല റീസൺ ചെയ്തിട്ട് വേണം ഷഫിൾ ചെയ്യാൻ. കാരണം ഈ ഓർഡറാണ് ജനറലി പ്രിഫേർഡ് ഓർഡർ. ഈ മെയിൻ ഐഡിയ ഈ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടാത്ത IIITയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാത്ത NITയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാത്ത ബ്രാഞ്ചസ്, ഫോർ എക്സാമ്പിൾ മെറ്റലർജി അല്ലെങ്കിൽ ഏതെങ്കിലും ഇങ്ങനത്തെ മൈനിങ് അതൊന്നും വേണ്ട പറഞ്ഞാൽ അതൊക്കെ ഈ അക്കാഡമിക് പ്രോഗ്രാമിൽ പോയിട്ട് NITയിൽ വേണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക. അല്ലെങ്കിൽ IIITയിൽ ECE വേണ്ടെന്ന് പറഞ്ഞാൽ അതേമാതിരി റിമൂവ് ചെയ്യുക. അതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇനിഷ്യൽ ലിസ്റ്റ് കിട്ടും. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ചോയ്സ് ഫില്ലിംഗ് തുടങ്ങാം നിങ്ങളുടെ ഇതിൽ. ഇത് വന്നിട്ട് നിങ്ങൾക്ക് ഹെൽപ്പായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഹെൽപ്പായെങ്കിൽ എൻ്റെ ഹംബിൾ റിക്വസ്റ്റാണ്, നിങ്ങൾ വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ ആൻഡ് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യൂ. താങ്ക് യു വെരി മച്ച്.